ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ചെറിയ കൂളർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചൂടല്ലേ, അപ്പോൾ ഒരു കൂളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂളർ നമ്മൾ ബജാജിൻ്റെ കൂളറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നല്ല ചൂടാണ്, നമ്മൾ AC മേടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കൂളർ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച കൂളർ ഇതാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ മാർച്ച് മാസമാണ്. അപ്പോൾ നമ്മൾ മേടിച്ച കൂളർ ഇതാണ്. അപ്പോൾ ഇത് ബജാജിൻ്റെ കൂളറാണ് നമ്മൾ മേടിച്ച്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാരണം ഇതിലിപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ അറിയുണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ബജാജിന്റെ ഓഫർ പ്രൈസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇത് 2014 ഇപ്പോൾ നമ്മൾ മേടിച്ചത്. പക്ഷേ മാർച്ച് ആയിട്ടുള്ളൂ, ആകെ 3 മാസം. ഇത് മോഡൽ 2023 2023 പറഞ്ഞ ഡിസംബർ ലാസ്റ്റത്തെ ഈ മോഡല്. അപ്പോൾ നമ്മൾ മേടിച്ചതിന് MRP ഉണ്ടോ 8590, 8600 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ നമ്മൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് നമുക്ക്, ഞാൻ കടയിലൊക്കെ ഫസ്റ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മേടിക്കുമ്പോൾ മിക്കവാറും കടയിൽ അന്വേഷിച്ച് മേടിക്കുന്നില്ല, നമ്മൾ കടയിൽ മേടിച്ചതിനെക്കാട്ടും എനിക്കൊരു 600 രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കൊടുത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ നമ്മളിത് അൺബോക്സിന്റെ വീഡിയോ എപ്പോഴും നമ്മളൊരു സാധനം നമ്മൾ ഓൺലൈനിൽ മേടിക്കും, വിലയുള്ള സാധനങ്ങളാണെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കുന്നത് നല്ലതാണ്. സാധനം വെയിറ്റ് ഒന്നും വലിയ വെയിറ്റ് ഇല്ല, കാരണം കൂളർ അധികം വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. ഇതിപ്പോ ഏകദേശം വെയിറ്റ് പറയുമ്പോൾ 6 to 7 കിലോന്റെ ഉള്ളിലുള്ളൂ. വാറന്റി ഒക്കെ ഉണ്ട്. ഇത് 2 year വാറന്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളൊരു അഡീഷണൽ വാറന്റിയും കൂടി എടുത്തിട്ടുണ്ട്. അത് വാറന്റി എന്ന് പറയുമ്പോൾ നമ്മൾ 200 രൂപ എന്താണ് എക്സ്ട്രാ ഒരു 1 year കൂടി വാറന്റി. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു. സംഭവം പാക്കിംഗ് ഒക്കെ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്യുന്നത്, നമ്മൾ വീട് കഴിഞ്ഞാൽ കംപ്ലൈന്റ്. എന്നാലും നമ്മൾ പാക്കിംഗ് കിട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം വണ്ടിയിൽ കൊണ്ടുവരുന്ന വല്ല ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കും. പാക്കിംഗ് ഒക്കെ നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള്. അപ്പം നമ്മളെപ്പോഴും ഓൺലൈനിൽ വന്ന് നമ്മുടെ മോഡലിനാണ് കണ്ടോ 2 year വാറന്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഇതാണ് നമ്മുടെ എന്താ പറയുക കൂളർ. ബജാജിൻ്റെ ആണ്, 2 year വാറന്റി ഉണ്ട്. അതുപോലെ തന്നെ റിമോട്ടൊന്നല്ല, സിസ്റ്ററുടെ വീട്ടിൽ മേടിച്ചിട്ടാണ്, അത് റിമോട്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നമ്മൾ മേടിച്ചെന്നുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ കൂളർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഓഫ് ചെയ്ത് എടുത്തു വെക്കുന്ന സമയത്ത് ഇത് നമ്മളെപ്പോഴും അടച്ചു വെക്കുക. ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അടച്ചു വെക്കുക, കാരണം നമുക്ക് ഡസ്റ്റ് ഒക്കെ ഒളിക്കുമായിരിക്കാനേ. പിന്നെ ഇതിൻ്റെ സൈഡിൽ 3 സൈഡിലായിട്ട് നമ്മുടെ വെന്റിലേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കാറ്റ് വലിച്ചെടുക്കാതെ 3 സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെ മോസ്കിറ്റോ നെറ്റ്, അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അതുപോലെ വീലിംഗ് ആണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ വെള്ളം നമ്മൾ 24 ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി. നമുക്ക് വെള്ളം വന്ന ഇതിന് വെയിറ്റ് കൂടും, പക്ഷെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകാം, കാരണം താഴെ ബട്ടൺ ഉള്ളതുകൊണ്ട്. നമുക്ക് പാക്ക് കൂടി പൊട്ടിക്കാം. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി സ്റ്റീമർ 24 ലിറ്ററാണ്. ഇതിപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നൊരു സ്റ്റീൽ പാത്രമാണ്. തമിഴ്നാട്ടിലെ സ്റ്റീൽ, നമ്മുടെ ഇവിടെ അങ്ങനത്തെ പാത്രങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ഏകദേശം 1 ലിറ്റർ കണക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിലൂടെ ചെറിയ ഗ്യാപ്പിലൂടെ നമുക്ക് എന്തെങ്കിലും വെള്ളം പോകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കി ഒഴിച്ചാൽ മതി. ഓഫ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും ഇത് നമ്മൾ ഓൺ ചെയ്തിടരുത്. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അതിൽ ഐസ് ഇടാം. അതുപോലെ തന്നെ ഐസ് ചാമ്പറില്ല, ഇതിന് ഐസ് ചാമ്പറില്ല. അപ്പോൾ നമുക്ക് ഐസ് വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് അത്രയും തണുത്ത കാറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്നത് കാണിച്ചില്ല, കാരണം അത്രയും ടൈം വേണ്ടതിൽ. ഏകദേശം 24 ലിറ്റർ വെള്ളം നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. പക്ഷെ നമുക്കിതിൽ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കാണിക്കും. അപ്പോൾ ഈ വെള്ളം കുറയുന്ന നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് തണുപ്പ് വരാറായില്ല, കാരണം വെള്ളം നമുക്ക് താഴ്ത്തുന്ന വെള്ളം നമ്മൾ ഇട്ട ഉടനെ തണുപ്പ് വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൂളിംഗ്. ഇപ്പോൾ അത് വർക്കിംഗ് ആണ്, ഉണ്ടോ? ഇത് നമ്മുടെ വർക്കിംഗ് ആണ്. ഇപ്പോൾ നീ ഇവിടെ വന്നിരുന്നു നോക്ക്. പിന്നെ എപ്പോഴും ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ അലർജി ജലദോഷമുള്ളവരൊക്കെ ഇതിന് നേർക്ക് വയ്ക്കാതിരിക്കുക, ഓപ്പോസിറ്റ് വയ്ക്കുക. നമ്മളിതിൽ ബാക്കിൽ നമ്മൾ ഇതിൻ്റെ 4 സൈഡും ഇത് മിക്കവാറും വിൻഡോന് ഫേസ് ചെയ്ത് വെക്കണം. അത് വിൻഡോൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ വിൻഡോ ആണെങ്കിൽ ആ വിൻഡോന്ന് വരുന്ന തണുത്ത കാറ്റെടുത്തിട്ട്, അത് ചൂടുള്ള സമയത്ത് ചൂട് കാറ്റേ വരുള്ളൂ. അപ്പോൾ തണുത്ത കാറ്റെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലൂടെ
അത് നമുക്ക് തണുത്തതായിട്ട് വരും. ഇത് ഒരു കുറച്ച് കഴിഞ്ഞാൽ തണുക്കുള്ളൂ. കാരണം ആ വെള്ളം നമ്മൾ ഈ സൈഡിലിരിക്കുന്ന ഇതിലൊക്കെ വെള്ളത്തിൻ്റെ നനവ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കൂളിംഗ് എയർ ആയിട്ട് വരും. ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് കൂളിംഗ് എയർ ഏകദേശം അങ്ങനെ ആവാൻ തുടങ്ങി. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യണത് ഇതിൽ മെയിനായിട്ട് സ്പീഡ് കൺട്രോളിംഗ് ഉണ്ട്. കാരണം ഇത് റേറ്റ് കുറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റേറ്റ് കുറഞ്ഞൊക്കെ എടുത്തത്. കാരണം കൂളറിനെ കുറിച്ച് എല്ലാവരും ഡിഫോൾട്ട് പറയുന്നുണ്ടെങ്കിലും കാരണം നമുക്കിപ്പോൾ ഒരു AC വെക്കാനുള്ള സെറ്റപ്പ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂളർ മേടിച്ച്. പക്ഷേ നമുക്ക് തൽക്കാലം അതുകൊണ്ടാണ് നമ്മൾ കൂളർ വില കുറഞ്ഞ കൂളർ മേടിച്ച്. വില കൂടിയ കൂളറൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്, പല കമ്പനിയുടെ സിംഫണിയുടെ ഒക്കെ നല്ല റേറ്റുള്ളതാണ്. അപ്പോൾ നമുക്ക് ബജാജിൻ്റെ നമ്മുടെ റേറ്റിന് ഏകദേശം ഒത്തു തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബജാജിൻ്റെ മേടിച്ച്. അതുപോലെ തന്നെ സ്വിംഗ് മോഡിൻ്റെ ഉണ്ട്, നമ്മളിതിൻ്റെ അകത്ത് വരുന്നത് സ്വിങ് ചെയ്യും, നോർമൽ എല്ലാവർക്കും അറിയുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിത് ഓക്കെയാണ്. നമുക്കിത് 10 days റീപ്ലേസ്മെൻറ്റ് പോളിസി ഉണ്ട്. നമ്മൾ 2-3 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.